ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലാതെയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരുന്നത്. സോ ബേസിക്കലി ടീച്ചിങ് ആപ്റ്റ്യൂഡ്, റിസർച്ച്, അതുപോലെ കറണ്ട് അഫയേഴ്സ് നിന്നുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതിൽ ബേസിക്കലി PYQ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും എടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സൊക്കോൾഡ് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടമായിട്ട് ഉണ്ട്, ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കൂട്ടുകാരന് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം. എന്തായാലും നമുക്ക് നോക്കാം. ഇത് ലിറ്ററേച്ചറിന്റെ ഒരു പോർഷൻ അല്ല. ഇത് നമുക്ക് പേപ്പർ 1-ൽ കുറച്ച് മാർക്ക് അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് തൊട്ട് അങ്ങോട്ട് പോവാം. പേപ്പർ 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 48-49 1948-49 which shaped the structure of Indian higher education is known as ഏതാ? രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേരിൽ 1948-49 വന്നിട്ടുള്ളത്. മാറിപ്പോകരുത്. ഓക്കെ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് കമ്മീഷനാണ് അത്. ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ രണ്ടാമത്തേത് 1952-53 which recommended diversification of secondary curricula is known as ഏതായിരുന്നു? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാ പേരിലും കൂടിയാണ് അറിയപ്പെട്ടിരുന്നത്? മുതലിയാർ കമ്മീഷൻ എന്നും കൂടി അറിയപ്പെട്ടിരുന്നത്. അതിന്റെ ചെയർമാൻ AL മുതലിയാർ ആയിരുന്നു. ഓക്കെ, The Kothari Commission 64-66 is best known for recommending which structural pattern of school and higher education. That's so important. നെറ്റിന് പോലും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴും. 10+2+3 അതാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. ഓക്കെ, NEP പ്രകാരം മാറിയ സ്ട്രക്ചർ ഫോർമുല ഇതാണ്. ഓക്കെ, അത് NEP പ്രകാരമുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ. 5+3+3+4 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് NEP മാറിയിട്ടുണ്ട്. എന്നാൽ കോത്താരി കമ്മീഷൻ വൈസ് ഉള്ളത് 10+2+3 എന്നുള്ളതാണ്. ഓക്കെ, India's first national policy on education NPE was announced in 1968 1968 following the Kothari Commission's recommendations. അപ്പൊ NEP എന്ന് പറയുന്നത് വേറെയാണ്, NPE എന്ന് പറയുന്നതും വേറെയാണ്. റൈറ്റ്. The National Policy on Education 1986 is particularly associated with the establishment of what? നവോദയ വിദ്യാലയാസ് തുടങ്ങാനുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നവോദയ വിദ്യാലയസ് ആണ് അത് ഏറ്റവും ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ടു പ്രൊവൈഡ് എന്തിനു വേണ്ടി? ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ടാലന്റഡ് റൂറൽ ചിൽഡ്രൻ. ഓക്കെ, നവോദയ വിദ്യാലയ. The program of action 1992 is significant as a document that what? Reviewed and revised the implementation strategy of NPE 1986. The program action 1992 modified certain provisions of the 1986 1986 ഉണ്ടായിരുന്നതിനെ പുതുക്കി ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയ പ്രോഗ്രാം ആക്ഷൻ ആണ് 1992 നമുക്ക് കാണാൻ പറ്റുക. The Right of Children to Free and Compulsory Education RT Act came to force in ഏത് വർഷം? 2010 2009 വരുന്നുണ്ടെങ്കിലും RT Act under Article 21A came into effect on 1st April 2010. Okay, അത് മാറരുത്. Mandating free and compulsory education for all children aged between 6 to 14, 6 മുതൽ 14 വയസ്സ് വരെയുള്ളത്. The National Curriculum Framework NCF that significantly influenced constructivist learner-centered pedagogy in Indian schools was released in ഏത് വർഷം? 2005 NCF മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഡെവലപ്ഡ് ബൈ ഹും? NCERT ആണ് ഇത് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. The National Education Policy NEP 2020 replaced the traditional 10+2 structure with which new framework? ഏതാണ്? So simple question, so easy question, but repeated. Okay, 5+3+3+4 എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, NEP കൊണ്ടുവന്നിട്ടുള്ളത്.
RUSA, Rashtriya Uchadar Shiksha Abhiyan, a scheme to provide state higher education institutions, was launched in which year? 2013, 2013 ആസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫണ്ട് ആൻഡ് റിഫോം സ്റ്റേറ്റ് റൺ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ്, അതായത് കേരളത്തിന്, ഇപ്പൊ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിനുള്ള ഹയർ എഡ്യൂക്കേഷൻസിന് കുറച്ച് ഫണ്ട് കൊടുത്ത് അതിനെയൊക്കെ പൊടി തട്ടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് RUSA എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയത് 2013. According to Bloom's revised taxonomy, the highest level of the cognitive domain involving combining elements into a coherent new whole is what? Creative എന്നുള്ളതാണ്. ക്രിയേറ്റ് ആണ് ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നേറ്റീവ് ഡൊമൈൻ ആയിട്ട് റിവൈസ്ഡ് ടാക്സോണമിയിൽ വരുന്നത്. ബ്ലൂംസ് ടാക്സോണമി 2 തരത്തിലുണ്ട്. ഫസ്റ്റ് ഉണ്ട്, റിവൈസ്ഡും ഉണ്ട്. റിവൈസ്ഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കോഗ്നേറ്റീവ് ഡൊമൈനിൽ വരുന്നത് ക്രിയേറ്റ്. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചുണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. In Gardner's theory of multiple intelligences, understanding spatial relationship and mental imagery reflects what? Spatial intelligence. കുറേ തരത്തിലുള്ള ഇന്റലിജൻസ് പറയുന്നുണ്ട്. മ്യൂസിക് ഉണ്ട്, മാത്സ് ഉണ്ട്, എല്ലാം വരുന്നതാണ്. അതിൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ് ഇതിൽ പ്രോപ്പർ ആയിട്ട് വരുന്നത്. Evaluation conducted during the teaching learning process aimed at providing ongoing feedback to provide improved learning is called ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. എനിക്ക് എപ്പോഴും ഇത് മാറുന്നായിരുന്നു. സമ്മേറ്റീവ് എപ്പോൾ നടക്കും? സമ്മേറ്റീവ് സമ്മറിൽ നടക്കും, അതായത് വർഷാവസാനം. ഫോർമേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോർമേറ്റീവ് നടത്തുന്നത്? ടു മോണിറ്റർ പ്രോഗ്രസ് ആൻഡ് ഗൈഡ് ടീച്ചിങ്. ഓക്കെ. The approach that assesses a learner's scholastic and co-scholastic development continuously is known as CCE, Continuous and Comprehensive Evaluation. ലേണറിന്റെ പാഠ്യവും പാഠ്യേതരവുമായിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റും ഏതിലൂടെ കണക്കാക്കും? CCEയിലൂടെ കൊണ്ടുവരും. ഓക്കെ. Micro teaching in teacher training refers to practicing a single teaching skill with a small group in a scaled down setting. 5 മുതൽ 6 വരെയുള്ള ഒരു സ്കെയിൽ ഡൗൺ ക്ലാസ്സിലാണ് ഇത് ചെയ്യേണ്ടത്. ടീം ടീച്ചിങ് refers to an instructional arrangement in which 2 or more teachers jointly plan and deliver instruction to a group of students. Team teaching. Programmed learning is based chiefly on the principle of small sequential steps with immediate feedback and reinforcement. Okay, programmed learning is based on immediate feedback and reinforcement. The constructivist approach to learning holds that learners actively construct their own understanding through experience and reflection. മറക്കരുത്. Remedial teaching is primarily intended to, എന്താണ് റെമീഡിയൽ ടീച്ചിങ് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? അഡ്രസ് സ്പെസിഫിക് ലേണിംഗ് ഗ്യാപ്സ് ഓർ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ്. റെമഡിയൽ ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിൽ മാത്രമല്ല ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്, ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിനെയും ബേസ് ചെയ്യും. ഇറ്റ് ടാർഗറ്റ്സ് ഐഡന്റിഫൈഡ് വീക്ക്നെസ് എന്ന് പറയുന്നത്, ഓഫൺ ഫോളോയിങ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്സ്. ഓക്കെ, ടു ഹെൽപ്പ് സ്ട്രഗ്ലിംഗ് ലേണേഴ്സ് ക്യാച്ച് അപ്പ്. എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് പ്രൈമറിലി യൂസ്ഡ് ടു. അടുത്ത ചോദ്യം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തിനാണ്? നമ്മൾ BEd പഠിച്ചിട്ടുണ്ട്. Identify specific learning difficulties or gaps before instruction or remediation. Okay. എങ്ങനെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് pinpoint the precise nature of a learner's difficulties, guiding targeted remedial teaching. ഏത് തരത്തിലാണ് റെമഡിയൽ ടീച്ചിങ് ഈ പ്രത്യേകമായിട്ടുള്ള കുട്ടിക്ക് കൊടുക്കേണ്ടത്, ഏത് വിഭാഗത്തിൽ, ഏത് പോർഷനിൽ എന്നുള്ളതൊക്കെ അത് പറയുന്നതാണ്. The most effective teaching method is generally considered one that, ഏത് തരത്തിലുള്ള എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത്? Adapts to learners' needs, encourages participation and connects content to their experience. Effective classroom communication is best supported by a teacher who, എങ്ങനെയാണ് എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്? യൂസസ് ക്ലിയർ ലാംഗ്വേജ്, ആക്റ്റീവ് ലിസണിങ്, അപ്രോപ്രിയേറ്റ് നോൺ വെർബൽ ക്യൂസ് എല്ലാം കൊടുക്കണം. അപ്പോൾ
LSRW മാത്രം പോരാ. Among the qualities of a good teacher, which is generally considered most essential, ഈ തന്നിരിക്കുന്നതിൽ എംപതി കമ്പൈൻഡ് വിത്ത് സൗണ്ട് സബ്ജക്ട് നോളജ്. ബാക്കിയെല്ലാം വായിച്ചു നോക്കും. സ്ട്രിക്റ്റ് അതോറിറ്റി പറ്റില്ല. പ്രിഫറൻസ് ഫോർ ഓൺലി അക്കാഡമിക്കലി സ്ട്രോങ് സ്റ്റുഡൻസ് പറ്റില്ല. അവോയ്ഡൻസ് ഓഫ് സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് ടു സേവ് ടൈം, അതൊന്നും പറ്റുന്നതല്ല. ഇഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ് primarily involves a teacher's ability to what? Create a structured, engaging and respectful learning environment. Effective classroom മാനേജ്മെന്റിൽ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ക്രിയേറ്റ് എ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം, റെസ്പെക്ട്ഫുൾ ലേണിംഗ് ഔട്ട്കമ്മും എൻവയോൺമെന്റും അവിടെ ഉണ്ടായിരിക്കണം. Which of the following is generally considered an effective motivational technique in teaching? Providing meaningful, timely and constructive feedback. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതും കറക്റ്റാണ്. ഈ കുട്ടി പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ, പഠിച്ചതിനെ നമ്മൾ അസസ് ചെയ്യണമല്ലോ, എന്നിട്ട് ഫീഡ്ബാക്ക് കൊടുക്കണമല്ലോ, എല്ലാം അവിടെ കറക്റ്റാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ആൻ അപ്രോച്ച് ദാറ്റ്, ഏത് തരത്തിലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വരുന്നത്? ensures all learners, including those with disabilities, learn together in the same setting. ഓക്കെ, എന്ത് ചെയ്യണം? അക്കോമഡേറ്റ്സ് ഡൈവേഴ്സ് ലേണേഴ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ലേണേഴ്സിനെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ CAI in teaching is based chiefly on which underlying learning principle? Self-paced learning with individualized feedback. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. ഇറ്റ് അലൗസ് ലേണേഴ്സ് ടു പ്രോഗ്രസ് അറ്റ് ദെയർ ഓൺ പേസ്. അവർക്ക് ഇഷ്ടമുള്ള ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കോടുകൂടി ഇഷ്ടമുള്ള അത്രയും ടൈം എടുത്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. Peer learning or cooperative learning as a teaching strategy is valuable chiefly because it encourages collaboration. Peer learning ആ പറയുന്നത്, കോപ്പറേറ്റീവ് ലേണിംഗ്, പിയർ ലേണിംഗ്. ഓക്കെ, പിയർ ലേണിങ്ങിനെ ടീച്ചിങ് സ്ട്രാറ്റജിയിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും, എങ്ങനെ നന്നാവും? എൻകറേജസ് കൊളാബറേഷൻ, മ്യൂച്വൽ എക്സ്പ്ലനേഷൻ ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ്. എല്ലാവരും ഒരേ തരത്തിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കും. The major disadvantage of using punishment as a disciplinary tool in education is that disadvantage of using punishment ആ ചോദിച്ചിട്ടുള്ളത്. may suppress behavior temporarily without addressing its underlying cause. എന്തുകൊണ്ട് അതുണ്ടായി എന്ന് പറയപ്പെടാതെ തന്നെ അതിനെ കുട്ടിയുടെ ഉള്ളിലുണ്ടാവുന്ന ഈ കാര്യങ്ങളെയൊക്കെ അത് മറച്ചു പിടിച്ചിട്ട് പിന്നെ കുട്ടിയിലേക്ക് അത് സ്വയമായിട്ടത് മാറും. A teacher who notices students becoming inattentive and dozing off in class should first എന്ത് ചെയ്യണം? ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഉറക്കമൊക്കെ തൂങ്ങിയിരിക്കുകയാണെങ്കിൽ എന്താ ടീച്ചർ ചെയ്യേണ്ടത്? വേരി ടീച്ചിങ് മെത്തേഡ്സ് and introduce an engaging activity or break. ഓക്കെ, ഇനി കുറച്ച് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ച്. കാരണം ഏത് ഭാഗത്ത് നിന്ന് എത്രണ്ണം വേണമെങ്കിൽ ചോദിക്കാൻ തരത്തിലാണ് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കുക. മേജർ എന്ന് തോന്നുന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്പെയിൻ വോൺ ദ ഫിഫ വേൾഡ് കപ്പ് 2026. വേണമെങ്കിൽ അത് തന്നെ ചോദിച്ചേക്കാം. ഡിഫീറ്റിംഗ് വിച്ച് ടീം 1-0 ഇൻ ദ ഫൈനൽ held in 19 July 2026. അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ വേൾഡ് കപ്പ് സ്പെയിൻ ജയിക്കുന്നത്. Who is the current 53rd Chief Justice of India in office since November 2025? ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ഉള്ളത്. സക്സീഡിംഗ് ജസ്റ്റിസ് BR ഗവായ്. ഗവായ്ക്ക് ശേഷം The Commonwealth Games 2026 were hosted in which city? ഏത് സിറ്റിയിലാണ്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഹോസ്റ്റ് ചെയ്യുന്നത് സ്കോട്ട്ലാൻഡ് വെച്ചിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസ് വരുന്നത്. Following the 2026 Kerala Legislative Assembly election and UDF leadership dispute, who is the new Chief Minister of Kerala? VD സതീഷിനാണ് ഉണ്ടായത് പുതിയ ചീഫ് മിനിസ്റ്റർ. Indian weightlifter Mirabai Chanu won a gold medal at the Commonwealth Games 2026 in which category? Women's 48 kilogram weightlifting. Mirabai Chanu. മറക്കരുത്, ചില പേരുകൾ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഒക്കെ ചോദിച്ചേക്കാം. സ്പോർട്സ് മാത്രമല്ല പറയുന്നത്. India's diplomatic campaign Shanti, launched by External Affairs Minister S. Jayashankar, seeks to secure what? Shanti. എന്താണ്?
a non-permanent UN Security Council seat for 2028 and 29. ശാന്തിയുടെ ഫുൾ ഫോം എന്താ? സെക്യൂറിംഗ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ത്രൂ നോംസ് ട്രസ്റ്റ് ഇന്റഗ്രിറ്റി. നോംസ് ട്രസ്റ്റ് ഇന്റഗ്രിറ്റി. ഓക്കെ. Operation Trishul, India's fugitive tracking initiative, is linked to the return of how many fugitives from 36 countries since 2019? ഓപ്പറേഷൻ തൃശൂൽ 274 ഫ്യൂജിറ്റീവ്സിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ട്രാക്കിംഗ് ഇനിഷ്യേറ്റീവ് ആണ്. The 16th Finance Commission's recommendations apply to which period? 2026 മുതൽ 2031 വരെയുള്ള ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടാണ് ഇനി വരാൻ ഇരിക്കുന്നത്. Kerala's Mission Samudra, announced in the state's 2026-27 budget, allocates 400 crore rupees to state as global maritime hub. അത് പുതിയ ചീഫ് മിനിസ്റ്റർ പറഞ്ഞതാണ്. ഗ്ലോബൽ മാരിടൈം ഹബ്ബാക്കി കേരളത്തിന്റെ പോർട്ടുകളെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ളത്. വൈഭവ് സൂര്യവംശി became the youngest batter to score a half century in T20 internationals at the age of 15 years, 118 ദിവസം. 15 വർഷമുള്ള വയസ്സും 118 ദിവസമുള്ളപ്പോൾ ഇന്ത്യക്കായിട്ട് ആദ്യത്തെ ഹാഫ് സെഞ്ചുറി നേടുന്ന ആളായി വൈഭവ് സൂര്യവംശി മാറി. Anahat Singh became the first Indian to win which international junior title? The World Junior Squash Championship. ഒരു 2 ആഴ്ച മുൻപെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഈ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണെന്ന് ഞാൻ കണക്കാക്കുന്നു. അനാഹത് സിംഗ്. ഓക്കെ. കാരണം ഇത്രയും കാലമായിട്ട് നമുക്ക് ഈ സ്ക്വാഷിലൊന്നും അധികം ചാമ്പ്യൻഷിപ്പ് മെഡൽസ് ലേഡീസിന് പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അതിലേക്ക് വരുന്നത്. The registration of births and deaths amendment bill, അത് ബില്ലായിട്ട് വന്നിട്ടുള്ള 2026 was passed by ലോകസഭ on when? Registration of births and deaths, അത് ബില്ലായിട്ട് 31st July 2026. ഓക്കെ. അത് യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷായാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യസ് ഫസ്റ്റ് ഡയറക്ട് കൊമേഴ്ഷ്യൽ കണ്ടെയ്നർ ഫ്രൈറ്റ് ട്രെയിൻ ടു നേപ്പാൾ. നേപ്പാളിലേക്കുള്ള ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫ്രൈറ്റ് ട്രെയിൻ reached the customs yard at which city? Virtanagar. ഇതത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഷൂട്ടർ ഈഷ സിംഗ് won a gold medal at the Commonwealth 2026 in which event? വിമൻസ് 25 മീറ്റർ പിസ്റ്റൾ. പിസ്റ്റളിലാണ് ഈഷ സിംഗിന് ഗോൾഡ് കിട്ടിയിട്ടുള്ളത്. In August 26, the Supreme Court of India directed a mining buffer zone of what distance around all wetland conservation reserves? 10 കിലോമീറ്റർ ആണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ റിസർവിൽ നിന്ന് മാറിയിട്ട് വേണം നിങ്ങൾ മൈനിങ് നടത്താനെന്ന് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. 10 കിലോമീറ്റർ ആണ്. തമിഴ്നാട് അലോക്കേറ്റഡ് 44,527 കോടി ടു വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇറ്റ്സ് 2026-27 സ്റ്റേറ്റ് ബഡ്ജറ്റ്? സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. President Mumu unveiled a bust of Gandhi at the Museum of City of Skopje in which country? മഹാത്മാഗാന്ധിയുടെ പ്രതിമ എവിടെ വെച്ചിട്ടാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഏത് സ്ഥലത്ത് ഏത് കൺട്രിയിൽ വെച്ചിട്ടാണ് അൺവെയിൽ ചെയ്തിട്ടുള്ളത്, ഉദ്ഘാടനം ചെയ്ത് തുറന്നു കൊടുത്തത്? നോർത്ത് മാസിഡോണിയയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2026 ചെയ്തിട്ടുള്ളത്, ജൂലൈയിൽ. Who has appointed the new Director General of Doordarshan in 2026? റീന സോനോവാൾ. ഓക്കെ. ദൂരദർശന്റെ പുതിയ ഡയറക്ടർ ജനറൽ റീന സോനോവാൾ. The Ministry of Coal report RO released in 2026 documents India's first comprehensive coverage of RO. എന്തിനു വേണ്ടിയിട്ടുള്ള കവറേജ് ആണ്? സയന്റിഫിക് മൈൻ ക്ലോഷർ ആൻഡ് റീപർപ്പസിംഗ് പ്രാക്ടീസസ്. മൈൻ ക്ലോഷറും റീപർപ്പസിംഗ് പ്രാക്ടീസസ്. ആരോഹിന്റെ ഫുൾ ഫോം എന്താണ്? ആനുവൽ റിപ്പോർട്ട് ഓൺ മൈൻ ക്ലോഷർ. ഓക്കെ, ഫുൾ ആയിട്ടുള്ളത്. An electric boat conversion pilot project for gut-to-gut travel was launched in July 26 on which river? ഗംഗയിലെ വാരണാസിയിൽ, ഗംഗാ നദി വാരണാസിയിൽ വെച്ചിട്ടാണ് ഗട്ട് ടു ഗട്ട് ട്രാവൽ വെച്ചിട്ടുള്ള ഇലക്ട്രിക് ബോട്ട് സിസ്റ്റം പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗംഗാ നദിയിൽ വാരണാസിയിൽ.
സോ ഇത്രയും ചെറുതാണ് നമ്മളുടെ ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ തീർച്ചയായിട്ടും വേറെ ഒരു ലിറ്ററേച്ചർ ബേസ്ഡ് അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ 1 ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിട്ട് തീർച്ചയായിട്ടും കാണാം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇനിയും നമുക്ക് ഒരു മാസത്തിന് മുകളിലുണ്ട്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസത്തോളം ഇനിയും പുതിയത് പഠിക്കാനും ബാക്കിയുള്ള 10-15 ദിവസം റിവിഷൻ ചെയ്യാനും നമുക്ക് സമയം കിട്ടും. ഒരിക്കലും സമയം കളയരുത്, മോട്ടിവേഷൻ ഒരിക്കലും കളയരുത്, സെൽഫ് ഡൗട്ട് ഉണ്ടാവരുത്. ഇതൊക്കെ പഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ഞാനിങ്ങനെ കുറേ സംശയങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ പരീക്ഷകളെല്ലാം പാസ്സായിട്ടുള്ളത്. സോ ഡൗട്ട് ചെയ്യരുത്, സെൽഫ് ഡൗട്ട് ആവരുത്, പേടിയും പാടില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. ബൈ.